ഹായ് ഫ്രണ്ട്സ്, അന്തർദേശീയ റിവർ കയാക്കിംഗ് മത്സരം ഇന്ന് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ കോടഞ്ചേരി പുലിക്കേത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ചില വിഷ്വൽസുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ചാലിപ്പുഴയിലാണ് കേട്ടോ ഇന്ന് കയാക്കിംഗ് നടന്നത്. ഇരുവഞ്ഞിപ്പുഴയിലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അവിടെ വെള്ളം കുറച്ച് കൂടുതലായതുകൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. ചാലിപ്പുഴയിലാണ് ഇന്ന് പരിപാടി. നല്ല പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല ശക്തമായ ഒഴുക്ക് തന്നെയാണ്. നല്ല ചെരിഞ്ഞ് ചെങ്കുത്തായ ഒരു പ്രദേശം തന്നെയാണ് ഈ ഭാഗം. ഇതിലൂടെ ഈ പാറകൾക്കിടയിലൂടെ വെള്ളം ഒഴുകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ മത്സര പരിപാടി നടക്കുന്നത്. ഏകദേശം ഒരു 500 മീറ്റർ ദൂരമാണെന്ന് തോന്നുന്നു പുഴയിൽ പിന്നെ മത്സരത്തിൻ്റെ സമയത്ത് കൊടുത്തിട്ടുള്ളത്, ദൈർഘ്യം കൊടുത്തിട്ടുള്ളത്. താഴെ ഫിനിഷിങ്ങൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അന്തർദേശീയ കയാക്കിംഗ് സെൻറ്ററിനോട് ചേർന്നിട്ടുള്ള പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഡൈവിംഗ് സെൻ്ററാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് അവിടെ പിന്നെ ഈ മത്സരാർത്ഥികൾ ഡൈവ് ചെയ്യുന്നത്. ഡൈവിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല ഭംഗിയാണത് കാണാൻ. കുത്തൊഴുക്കിലേക്ക് അവർ ടേബിളിൻ്റെ മുകളിൽ താഴേക്ക് ചാടുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളോട് വന്നിട്ടുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്നത് തന്നെ പുറത്തുനിന്നുള്ള നേപ്പാളിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ വന്നിട്ടാണ് ഇതിൻ്റെ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. കേരള ടൂറിസം വകുപ്പിനാണ് ഇതിൻ്റെ ചുമതല. അവരുടെ ആളുകളൊക്കെ അവിടെ സജീവമാണ്. ഇവരാണ് ഇത് നിയന്ത്രിക്കുന്നത് കേട്ടോ. കുറേ സമയം കാത്തിരുന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഡൈവിംഗ് ഒക്കെ തുടങ്ങിയത്. ഇനി ഇതിൻ്റെ കറക്റ്റ് മത്സരം പിന്നെ കൃത്യസമയം പാലിച്ചുകൊണ്ട് തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇവരുടെ ഈ ഒരു സാഹസിക യാത്ര കാണാൻ തന്നെ നമുക്ക് തന്നെ പേടിയാവുന്നൊരവസ്ഥയാണ് കേട്ടോ. ഇതിലൂടെ പിന്നെ സ്വാഭാവികമായിട്ടുള്ളൊരു രീതിയിൽ പോകാനേ കഴിയില്ല. ഭയങ്കര കുത്തൊഴുക്കും പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ മരങ്ങളും കാട്ടുചെടികളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഒക്കെ അവർ വരുന്നത് കാണാൻ നമുക്ക് നല്ല ഭംഗിയാണ്. അതിൻ്റെ ആ ഒരു യാത്ര കാണാൻ എത്രത്തോളം സുരക്ഷിതത്വമാണെന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ അവർ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സൈഡിലൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ ഉണ്ട്. ഇവർക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഞങ്ങളുടെ നാടിൻ്റെ ഉത്സവം തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഇത് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് ദൂരത്തു നിന്നുള്ള ആളുകളുണ്ട്. വിദേശികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കേട്ടോ ഈ മത്സരരംഗത്ത് ഉള്ളത്. അല്ലാത്തവരുണ്ട്. ഏകദേശം 22ഓളം മത്സരാർത്ഥികളാണ് ഇന്നിവിടെ മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽ ഒന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും എല്ലാ വർഷത്തിലും ഇതുണ്ട്. 2 പുഴയിലും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരുവഞ്ഞിപ്പുഴയുണ്ട്. ആ പുഴയിലും ഇത് നടത്താറുണ്ട്. ഇന്ന് അവിടെ നടക്കേണ്ടത് കനത്ത മഴ മൂലം ആണ് മാറ്റി വെച്ചിട്ടുള്ളത്, ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ലേ ഈ കല്ലിൻ്റെ ഇടയിലൂടെ അവരുടെ ആ ഒരു യാത്ര, സാഹസിക യാത്ര എന്ത് ഭംഗിയാണ് കാണാൻ. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. എല്ലാ വർഷവും ഇവിടെ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇതിന് താല്പര്യമുള്ള ആളുകൾ, സാഹസികത ഇഷ്ടപ്പെടുന്ന, ഇങ്ങനത്തെ കാണാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ അടുത്ത വർഷം വരാവുന്നതാണ്. ഇതിൻ്റെ മത്സരം ഇനിയും തുടർച്ചയായിട്ട് 2-3 ദിവസം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും എല്ലാവർക്കും സ്വാഗതം.